നമുക്കിന്നൊരു ഡൂഡിൽ ആർട്ട് ചെയ്തെടുത്താലോ? ഈ ഡൂഡ്ലിങ് ചെയ്യുന്നത് നമ്മുടെ സ്ട്രെസ്സൊക്കെ ഒരു പരിധിവരെ കുറയ്ക്കും എന്നാണ് പറയുന്നത്. ഇത് ചെയ്യാനും വളരെ സിമ്പിളാണ്. എത്ര വരയ്ക്കാൻ അറിഞ്ഞുകൂടാത്തവർക്കാണെങ്കിലും ഇത് നല്ലൊരു ഔട്ട്പുട്ടായിരിക്കും തരുന്നത്. ഇത് ചെയ്യാനായിട്ട് ആദ്യം നമ്മളൊരു ബോക്സ് വരച്ചിട്ട് അതിങ്ങനെ സ്ക്വയേഴ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തെടുക്കണം. എന്നിട്ട് ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഓരോ സ്ക്വയേഴ്സിൻ്റെയും മിഡിലായിട്ട് ഇതേപോലെ വരച്ചെടുക്കണം. ഞാനിവിടെ ഇതിനായിട്ടൊരു സ്കെച്ച് പെന്നാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങളുടെ കയ്യിൽ 3D മാർക്കേഴ്സ് അവൈലബിൾ ആയിട്ടുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഓരോ സ്ക്വയറിൻ്റെയും സൈഡിലോട്ട് ഈ സെൻറ്ററിൽ നിന്ന് ഇതേപോലെ ലൈൻസ് വരച്ച് കൊടുക്കണം. ഈ പ്രോസസ്സ് നമ്മൾ ആ എല്ലാ സ്ക്വയേഴ്സും ഫില്ലാവുന്ന വരെ ഇങ്ങനെ ചെയ്ത് കൊടുക്കണം. നമ്മൾ ഈ ഡൂഡ്ലിങ് ചെയ്യുമ്പോഴേ നമ്മുടെ മൈൻഡ് ഫുള്ളും ഫോക്കസ് ചെയ്യുന്നത് നമ്മൾ ഈ ചെയ്യുന്ന ആർട്ട് വർക്കിലായിരിക്കും. അപ്പം നമ്മുടെ മൈൻഡിന് വേറെ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളിലോട്ടൊന്നും ഫോക്കസ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം നമ്മുടെ മൈൻഡ് കംപ്ലീറ്റ്ലി ഇങ്ങോട്ട് ഫോക്കസ്ഡ് ആണല്ലോ. അതുമല്ല, നമ്മൾ ഏതെങ്കിലും ഒരു ആർട്ട് വർക്കിൽ എൻഗേജ്ഡ് ആയിട്ടിരിക്കുവാണെങ്കിൽ നമ്മുടെ സ്ട്രെസ് ഹോർമോൺസിൻ്റെ ഉൽപ്പാദനം കുറയുമെന്നാണ് സ്റ്റഡീസ് പറയുന്നത്. ഇനി ഞാൻ അടുത്ത സ്റ്റെപ്പ് ചെയ്യുന്നതിനായിട്ട് നമ്മുടെ നോർമൽ ബ്ലാക്ക് പെന്നാണ് യൂസ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഹൊറിസോണ്ടലായിട്ടും വെർട്ടിക്കലായിട്ടും കുറേ ലൈൻസ് ഇങ്ങനെ മാറി മാറി വരച്ചു കൊടുക്കുക. ഇത് നമ്മൾ എല്ലാ സ്ക്വയേഴ്സിലും വരച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആർട്ട് വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയി. പിന്നെ എൻ്റെ കാര്യം പറയുവാണെങ്കിൽ ഞാൻ വളരെയധികം ഓവർ തിങ്ക് ചെയ്യുന്ന ഒരാളാണ്. ഈ കോളേജെല്ലാം കഴിഞ്ഞ് എന്തിനു പോകണം അടുത്തതെന്നറിയാതെ വീട്ടിലിരിക്കുന്ന ഒരു സമയമുണ്ടല്ലോ. നമ്മൾ വിചാരിക്കും വീട്ടിൽ കുറേ നാൾ നിൽക്കാമല്ലോ, വേറെ പരിപാടിയൊന്നുമില്ല, പഠിക്കണ്ട, വെറുതെ ഇരിക്കാം, നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യാം, അടിപൊളിയായിരിക്കും എന്നൊക്കെ. പക്ഷേ അതങ്ങനെ അല്ല കേട്ടോ. ഇത് ഞാൻ പറയുന്നത് എൻ്റെ അനുഭവത്തിൽ നിന്ന് തന്നെയാണ്. എൻ്റെ കാര്യം പറയുവാണെങ്കിൽ കോളേജിൽ അടിച്ചുപൊളിയുടെ കൂടുതലും ഉണ്ട്, സപ്ലിയും കിട്ടി. പിന്നെന്താ, കളറായില്ലേ. അങ്ങനെ സ്ട്രെസ് എടുത്ത് പണ്ടാരം അടങ്ങി വീട്ടിലിരിക്കുമ്പോഴാണ് ഞാൻ ഇതേ കണക്കത്തെ ആർട്ട് വർക്ക്സ് ചെയ്യാൻ തുടങ്ങിയത്. ഇങ്ങനത്തെ ആർട്ട് വർക്ക്സ് കൊണ്ട് നമ്മുടെ സ്ട്രെസ്സും ഓവർ തിങ്കിങ്ങും ഒക്കെ കുറയ്ക്കാൻ പറ്റുമെന്നുള്ളതിനുള്ള എവിഡൻസ് ആണ് ഞാൻ. അപ്പോൾ സ്ട്രെസ്സ് കുറയ്ക്കുമെന്ന് പറയുന്നതൊന്നും കള്ളമല്ല. പിന്നെ നമ്മളിത് ചെയ്യുമ്പം ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് വരണമെന്നും പറഞ്ഞ് അങ്ങനെ സീരിയസ് മൈൻഡായിട്ടൊന്നും ഇരുന്ന് ചെയ്യരുത്. നമ്മൾ നല്ല റിലാക്സ് ആയിട്ട് ടൈം എടുത്ത് വേണം ഇത് ചെയ്യാൻ. പിന്നെ നിങ്ങൾക്ക് എൻ്റെ ക്രാഫ്റ്റൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ ഇതേ കണക്കത്തെ ആർട്സ് ഇനിയും വേണമെങ്കിൽ കമൻസിൽ പറയുക.